ടൈമർ സെറ്റ് ചെയ്യണ്ടേ? ഞാൻ സെറ്റ് ചെയ്യാം. പരത്തി വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞ ആക്ച്വലി ഇത് ആണോ ടൈം ക്രോസ് ചെയ്തോ? എവിടെയാ സാധനം കണ്ണി കിട്ടുന്നില്ല. ഈ പെണ്ണ് വേറെ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം ഇന്ന് ഞങ്ങൾ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ഗെയിം ചലഞ്ച്. അത് ഞാൻ എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട് കാണിച്ചു തരാം. ഇതാണേ നമ്മുടെ എക്യുപ്മെന്റ്. കണ്ടോ, ഇത് ഏഞ്ചൽ ഭാവിക്ക് കളിക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണേ. അപ്പം ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഈ എക്യുപ്മെന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിതറിയിടും കേട്ടോ, ഇങ്ങനെ വിതറിയിടും. അപ്പം ഇതിങ്ങനെ നമ്മൾ ഇടണം. അപ്പം നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ ഇട്ടാ പോരാ, നമ്മൾ കണ്ണും കൂടെ കെട്ടണം. കണ്ണ് കെട്ടാനായിട്ട് ഞങ്ങളിത് ഈ ഷാളാണ് ഉപയോഗിക്കുന്നത്. ഷാളല്ല, ഒരു ചെറിയ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി സ്കാഫ് അല്ല, ഇതിന്റെ പേരെന്തുവാ, സ്റ്റോൾ എന്നൊക്കെ പറയും. സ്റ്റോൾ എന്നൊക്കെ പറയും. ചെറിയ ഷാളിന് സ്റ്റോൾ അങ്ങനെ എന്താ പറയുന്നത്. അതാണ് ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ഇത് വെച്ച് നമ്മളിങ്ങനെ കണ്ണ് കെട്ടണം. കണ്ണ് കെട്ടിയിട്ട് നമ്മളിങ്ങനെ എടുത്ത് വിതറിയിടുന്ന സാധനമില്ലേ, ഇങ്ങനെ 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 കണ്ണ് അടച്ച് ഇങ്ങനെ നമ്മൾ എവിടാന്ന് വെച്ചാൽ തപ്പി ഇടണം. അതാണ് നമ്മുടെ ചാലഞ്ച്. അപ്പം ചാലഞ്ചിലേക്ക് കടക്കാം. നമ്മള് സൈഡില് ഇത് ടൈമർ സെറ്റ് ചെയ്യും. ടൈമർ ആദ്യം ആരാണോ ചെയ്ത് തീർക്കുന്നത് അവരാണ് ഇതില് ജയിക്കുന്നത്. അപ്പം ചലഞ്ചിലോട്ട് കടക്കാം. അപ്പൊ നേരത്തെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ഒറ്റയ്ക്ക് എന്താ ഇൻട്രോ പറഞ്ഞേന്ന്. കാരണം എന്താ, ഈ ഇത് മൈക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ക്യൂട്ട് ബേബിനെ കണ്ടില്ലേ, ഞങ്ങളുടെ ഏഞ്ചൽ ബാബ. ഈ ഏഞ്ചൽ ബാബയാണ്. ഏഞ്ചൽ ബാബയ്ക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് സമയമായപ്പോ കരച്ചില് പൊട്ടി നിന്നു. ഇപ്പൊ പാല് കുടിച്ചോണ്ടിരുന്ന ഏഞ്ചൽ ഞാൻ തൂക്കി എടുത്തോണ്ട് വന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ആക്റ്റീവ് മോഡിലോട്ട് എത്തിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ ബാലൻസ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി കണ്ണ് കെട്ടാം, കളി തുടങ്ങാം. അപ്പം കളി ഏഞ്ചൽ ബാബയുടെ മൂഡ് മാറുന്നതിന് മുമ്പ് നമുക്ക് കളിയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അനീഷ എനിക്ക് ആദ്യം കണ്ണ് കെട്ടിത്തരും, എന്നിട്ട് അനീഷയ്ക്ക് ഞാൻ കണ്ണ് കെട്ടിയതിനു ശേഷം ഞാൻ ടൈമർ സെറ്റ് ആക്കിയിട്ട് ഇതെല്ലാം എടുത്ത് വിടാൻ പരത്തിയിടും. പല സൈഡായിട്ട് നീ കറക്റ്റ് ആയിട്ട് അടുക്കി തറയിൽ വീഴാണെങ്കിൽ എടുത്തു തരണം. അതൊക്കെ തരാം. ഓക്കെ ഓക്കെ. ഏഞ്ചലും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. കണ്ട് പേടിക്കരുത്. കണ്ണു കൂട്ട്. അങ്ങോട്ട് നോക്കിയില്ല, ഞാൻ ട്രൈ ചെയ്തു. ഇങ്ങനെ കിട്ടിയാൽ കണ്ണ് കാണില്ല. പ്രിയ, നീ മുടി അഴിച്ചിട്ടിരിക്കുന്നതാണോ? നിന്റെ മുടി കയറി കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഞാൻ മുടി കണ്ണ് കെട്ടുന്നോണ്ടാണ് ലൂസ് ഹെയർ സജസ്റ്റ് ചെയ്തത് എനിക്ക് തന്നെ. അവ മുടി കുറച്ച് വലിഞ്ഞിരിക്കും. നോ പ്രോബ്ലം. മതി കണ്ണു വേണ്ടി. ലൂസ് ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചുരുട്ടിയത്. എത്ര പ്രിയ? 5. നിങ്ങൾക്ക് അത്തരം കാണിക്കല്ല വേണമെങ്കിൽ, കാണാത്ത വാക്ക്. അത് സത്യത്തെ 5 ആയിരുന്നാ? ഇല്ലടാ, എനിക്കൊന്നും കാണുന്നില്ലടാ. എങ്ങനെ കിട്ടിയ കാണാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് എടുക്കണം ആരെങ്കിലും. ഞാനിപ്പോ മേടിക്കാം. ഇതില് മൈക്കോട്ടാണല്ലേ കളിയെല്ലാം. ഞാൻ പല രീതിയിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ പ്രിയയുടെ കഴിവ് കണക്കിരിക്കും. ടൈമർ സെറ്റ് ചെയ്യണ്ടേ? ഞാൻ സെറ്റ് ചെയ്യാം. പരത്തി വെച്ചിട്ടുണ്ടേ. ഞാൻ ടൈമറും കൂടെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. സ്റ്റാർട്ട് ഞെക്കുമ്പോ ടൈമർ ഓൺ ആക്കിയാൽ മതി. ഇവളാദ്യം വാങ്ങിക്കേ. ഇങ്ങോട്ടവള എഞ്ചി വാ. എഞ്ചി വായോ. അപ്പം തുടങ്ങാം. ക്യാമറ എല്ലാം സെറ്റ് അല്ലേ? ആണോ? ഓക്കെ, സ്റ്റാർട്ട്.
ടൈമറൊക്കെ ഓൺ ചെയ്താ? എല്ലാം ഓണാണ്. എത്ര മിനിറ്റ് അങ്ങനൊന്നും ഇല്ല, നമ്മൾ എത്ര നേരമുള്ള എടുക്കുന്നു ഇടാൻ. ഓ ഞാൻ എനിക്ക് ഇവിടെ ഇരിക്കട്ടെ. പ്രിയ എന്തെങ്കിലുമൊക്കെ പറയൂ, എന്നാലും എന്റെ ടൈം കുറച്ച് അധികം എടുക്കും. പിന്നെ എനിക്ക് എന്റെ ഗെയിമാണ്. ഇതിന് തോക്കുന്ന ആൾക്ക് എന്റെ വക ഒരു പണിഷ്മെന്റും കൂടെ. നോക്കുന്നെങ്കിലോ ഞാനാ തോക്കുന്നെങ്കിൽ ആ പണിഷ്മെന്റ് ക്യാൻസൽ. അതല്ല, നീ നോക്കുകയാണെങ്കിൽ ഞാൻ തരും പണിഷ്മെന്റ്. ഓക്കെ. പണിഷ്മെന്റ് ഞാൻ പറയട്ടെ ബ്രേക്കുള്ളതാണെങ്കിൽ? എന്താ? ഒരാഴ്ച എല്ലാ ദിവസവും ഇടപെടാണ്ട് കുളിക്കണം. തല കുളിക്കൽ നടക്കുന്ന കേസേ അല്ല. നോ 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 നോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. തല ഞാനും അത് വിട്ടൊരു കളിയില്ല. നനക്കത്തില്ല. നടക്കുന്ന കേസേ അല്ല അത്. ഇതെന്തോ സാധനം? 3 ഉള്ളതാണ്. ഇതിലല്ല കേറേണ്ടത്. എത്ര ഊട്ടുണ്ടെന്ന് നോക്ക് നീ. എടി ഇത് 3 ഊട്ടാണ്. നന്നായിട്ട് നോക്ക്. ഓ ഇതാന്ന് തോന്നുന്നു. കുഞ്ഞമ്മ കളിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. 4. നീ തന്നെ കണ്ണിലെ കെട്ടഴിച്ചിട്ട് എല്ലാം കഴിയുമ്പോഴേക്കും നീ തന്നെ എല്ലാം കണ്ണില് കെട്ടഴിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണം കേട്ടാ. ഇത് ശരിക്കും വിചാരിച്ചതിനേക്കാളും കുറച്ച് ടഫാന്ന് തോന്നുന്നേ പ്രിയയുടെ കളി കണ്ടിട്ട്. ആണ്, നമുക്ക് മനസ്സിലാവത്തില്ല. തൊട്ട നോക്കി വേണ്ട മനസ്സിലാക്കാൻ. ഞാൻ വിചാരിച്ചതേ പെട്ടെന്ന് തീരുവാണല്ലേ. ഓ ഓ ഓ എടരോട് നമുക്ക് എന്തെങ്കിലും പണി കൊടുക്കാൻ. ഇത് ഓൾറെഡി അവൾ കളിക്കാൻ തന്നെ ടഫായിട്ടിരിക്കും. ഞാൻ ഫോക്കസ് ചെയ്യുന്ന മൊത്തം ഊട്ടകളിലാണ്. എനിക്ക് കണ്ടാ കുഞ്ഞമ്മയുടെ കണ്ണൊക്കെ കിട്ടി വെച്ചിരിക്കുന്നു. ഇത് 3 ആയില്ലേ? അഭി നീ അവള് വെക്കുന്നൊക്കെ കിട്ടുന്നുണ്ടാടാ? വെക്കുന്നൊക്കെ കിട്ടണോ അഭി? നീ 5-ാമതൊക്കെ കൈ പറയിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പ 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 ഇപ്പൊ വിളിക്കും കേട്ടാ. പറയുമ്പോഴേക്കും അപ്പ വിളിക്കുമല്ലോ. നെഞ്ചിന്റെ അപ്പ വിളിക്കും. എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല പ്രിയ. യു ആർ ഓൾമോസ്റ്റ് ഡൺ. ക്യാമറാമാൻ ഉൾപ്പെടെ ചിരി വരുന്നുണ്ട്. ഏഞ്ചിക്കും ചിരി വരുന്നോ? കഴിഞ്ഞാ? കിട്ടുന്നില്ല. ഇനിയുണ്ട്. തപ്പി നോക്ക്, അവിടെ തന്നെ ഉണ്ട്. താഴെ ഒന്നും പോയിട്ടില്ല. സൈഡിലൊക്കെ നോക്ക്. സൈഡിലൊക്കെ തൊട്ട് നോക്ക്. ബാക്കിലും ഫ്രണ്ടിലും സൈഡിലെല്ലാം തൊട്ട് നോക്ക്. ഇതിൽ കിട്ടാനുണ്ടല്ലേ? തൊട്ട് നോക്ക്. ഒരുപാട് ദൂരം വേണ്ട, അതിന്റെ അടുത്ത് തന്നെ നോക്ക്. തൊട്ട് എന്തൊരു കഴിഞ്ഞിട്ട് നിൽക്കുന്നു താഴെ. കഴിഞ്ഞാ? നീ തന്നെ നോട്ട് നോക്ക്. പെട്ടെന്ന് കഴിക്കണം. ആക്ച്വലി ഇത് നീ നിർത്തണമായിരുന്നു. എത്ര മിനിറ്റ്?
4 മിനിറ്റ് 55 സെക്കൻഡുമാണ് അവൾ എടുത്തത്. ഇനി അടുത്ത എന്റെ കളിയാണ്. ഇനി അടുത്ത എന്റെ ചാൻസ് ആണ്. ആ മൈക്ക് എനിക്കും കൂടെ ഒന്ന് കുത്തിവെച്ചിടണേ. അല്ലേ വേണമെന്നില്ല. ഇനി അടുത്ത അയ്യോ എനിക്ക് പേടിയാവുന്നു. ഓ എന്തുമ്മാ മതി. നീ ഒരു ഇതും കൂടെ വേണ്ടേ? ചെറിയ ടെൻഷൻ പോലെ കണ്ണിട്ടില്ല. ഓ ഏഞ്ചലേ വാ എജി കുഞ്ഞു ആ മൈക്കൊന്ന് ഊരി സൈഡിൽ കൂടെ നിർത്തി. അതിനകത്ത് തന്നെ ഇട്ടാ മതിയാ? ഇല്ല ഞാൻ ഇട്ടു. ശരി. ആ ടൈമറും കൂടെ ഒന്ന് ഓണാക്കി വെച്ചിട്ട് പോണേ. എനിക്ക് പേടിയാവുന്നു ഇങ്ങനെ നിൽക്കുമ്പോ. ചെറിയതായിട്ട് മനസ്സിലൊരു ഇത് സ്റ്റാർട്ട് പറഞ്ഞിട്ടാണ് ഒരു മനസ്സിൽ ടപ്പട്ടപ്പൊന്നൊക്കെ അടിക്കുന്നല്ലേ. ഓക്കെ. സാധാരണ ഞങ്ങൾ എന്ത് ചലഞ്ച് ചെയ്യുമ്പോഴും ഞാനാണ് ജയിക്കാറ്. ഇതൊന്ന് മൈക്കാ. ഇതെല്ലാം എടുത്ത് ഊരിയിട്. ആണ് അതൊക്കെ നടത്തി എന്റെ ഇടയില്. ടൈമർ സെറ്റ് ചെയ്താ? ടൈമർ എന്റെ ലെഫ്റ്റ് ആണോ വെക്കുന്നത് റൈറ്റ് ആണോ വെക്കുന്നത് അതും കൂടെ പറഞ്ഞാ? ഓക്കെ ഫൈൻ. സ്റ്റാർട്ട് ആണോ? ഈശോയേ സ്പീഡിലാണ് കാര്യം. ഇതൊന്നും ആരുടെ അല്ലേ? ഇത് കൂടുതൽ ഇതാണോ എന്റെ കിട്ടിയതെല്ലാം? ഇത് കറക്റ്റായിട്ടാണോ ഇങ്ങനെ? അതൊന്നും പറഞ്ഞു തരരുത്. പക്ഷെ എനിക്കൊരു ഡൗട്ട്. ഇത് ഇത്രയൊക്കെ ബാക്കി എടുത്തിട്ടാണ് ഇത് ഇഷ്ടത്തിന്. എന്തൊന്നാക്കുന്ന പോലെയല്ലേ? ഓ എന്നെ ഔട്ടാക്കാൻ നോക്കിക്കുന്നതാണല്ലേ? മനസ്സിലായി. ശരിടാ, ഇതാണെന്ന് എനിക്കറിയാം. ഇത് ഫുള്ളായെന്ന് തോന്നുന്നു. 5 ആയെന്ന് തോന്നുന്നേ കണ്ടിട്ട്. ഇല്ല, ഞാൻ നേരെ നോക്കിയിരിക്കുമ്പോ എനിക്ക് അങ്ങനെ കാണുവാടാ. എനിക്ക് തൊട്ട് ഫീൽ ചെയ്യുന്നത് ഞാൻ. തീർന്നാ? ഓക്കെ, ഇത്രയും കൂടെ ഉള്ള കളി. ഈ പെണ്ണെ വേണ്ടാത്ത ഇടത്തൊക്കെ എടുത്ത് ഇട്ടോന്ന് എനിക്കൊരു ഡൗട്ട്. ഓ ഇവിടെയൊക്കെ കിടക്കുന്നു. ഇത് ഇഷ്ടത്തിൽ ഇവിടെ കിടന്നിട്ടേടി നീ. ഞാൻ ഇതെവിടെ അയ്യോ എനിക്കൊന്നും കണ്ണിക്കണ്ണ ഒന്നും പിടി കിട്ടുന്നില്ലല്ലേ. ഇപ്പൊ വേറെ എവിടെയൊക്കെ കടപ്പുണ്ടെന്ന് സാരം തൊട്ട് നോക്കേണ്ടി ഇരിക്കുന്നു എല്ലായിടവും. നോക്കട്ടെ. ഇവിടേക്ക് ഓരോ കടക്കുന്നു. എല്ലാം കിട്ടി അപ്പൊ കയ്യില്. ഷോ ഓ ഏം ചെയ്യേ. ഇത് ഫുള്ളായെന്ന് തോന്നുന്നു. ഇതിപ്പം ഫുള്ളായി. ഇതിനകത്ത് തന്നെ ഉണ്ടല്ലേ. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? ഇല്ലല്ലേ, ഇനിയും ഉണ്ടല്ലേ.
ഈ ചെറുക്കൻ ഇടാൻ നേരത്തെ സമ്മതിച്ചില്ലല്ലേ നോക്കാനൊന്നും. ഫോണ്ട് പുറത്തൊന്നും എടുത്ത് വെച്ചിട്ടില്ലല്ലേ? ഇതിനകത്ത് തന്നെ ഉണ്ടാ? ചേടാ എന്റെ കണ്ണി പെടുന്നില്ല. ശരി എന്റെ കണ്ണ് കാണത്തില്ല. ആണോ? ടൈം ക്രോസ് ചെയ്താ എവിടെടാ സാധനം എന്റെ കണ്ണി കിട്ടുന്നില്ല. ഈ പെണ്ണ് വേറെ എവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഒക്കെ എടുക്കേണ്ടി വന്നു ലാസ്റ്റ്. ഞാൻ ജയിച്ച്. നിനക്ക് വീഡിയോ പൗസ് ചെയ്താ 4 മിനിറ്റ് 21 സെക്കൻഡ്. ഐ വോൺ. ഓക്കെ അപ്പൊ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണ് വ്യത്യാസത്തിൽ അനീഷ ജയിച്ചിരിക്കുന്നു. എല്ലായ്പ്പോഴും നടക്കുന്നത് തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഞാനാണ് ജയിക്കാറ്. ഇതിലും ഞാൻ തന്നെ ജയിച്ചിരിക്കുന്നു. എത്ര? ഞാൻ 4 മിനിറ്റ് 21 സെക്കൻഡ്, ഇവിടെ 4 മിനിറ്റ് 55 സെക്കൻഡ്. ഏകദേശം ഒരു 34 സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി പണിഷ്മെന്റിനുള്ള ടൈമാണ്. ഞാൻ സത്യത്തിൽ അങ്ങനെ മനസ്സൊന്നും വിചാരിച്ചിട്ടില്ല പണിഷ്മെന്റ് എന്ത് കൊടുക്കണമെന്നൊന്നും. സോ എന്താണ് പണിഷ്മെന്റ് എന്ന് വെച്ചാൽ ക്യാമറയെ കാണിക്കാൻ പറ്റുന്നതായിരിക്കണം. ഓ ഇപ്പോഴത്തേന് ഞാൻ പണിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. അടുത്ത വ്ളോഗിൽ ഞാൻ പണിഷ്മെന്റ് കൊടുക്കുന്നത് കാണിക്കും. കാരണം ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ല എന്ത് പണിഷ്മെന്റ് കൊടുക്കുമെന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത് ഇടുന്ന വീഡിയോനകത്ത് ഇതിനുള്ള പണിഷ്മെന്റ് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ഇടാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഓക്കെ ബൈ. ഫ്ലാഷ് ബാക്ക്. അഭി ഒന്ന് താഴോട്ട് എഞ്ചിട്ട് മുടി പിടിച്ച് വലിക്കുന്നു. പോവാണേ. അല്ല ഇവിടെ കുഴപ്പമില്ലടാ. ഞാൻ താഴോട്ട് പോവാ. നിങ്ങളുടെ രണ്ടുപേരെ മാറി മാറി എടുത്തിട്ട് എന്നെ വിളിച്ചാൽ എന്തുവാടാ താഴെ വല്ല വീണു പോയാൽ എന്താ ചെയ്യും? അതാ ഏഞ്ചലിനെ ആര് പിടിക്കും? അപ്പൊ റെഡി. പിടിച്ചു അപ്പൊ എടുക്കുന്നുണ്ടോ? 4 മിനിറ്റ് 21 സെക്കൻഡ്. ഞാനാണോ പിന്നെ എന്താണോ? നിനക്ക് വീഡിയോ പൗസ് ചെയ്താ? ഓക്കെ, മൈക്ക് ഏഞ്ചലിന് കൈമാറിയിട്ടുണ്ടേ. എന്താ പണിഷ്മെന്റ് അല്ല, ഇത് ഫുഡ് ചലഞ്ച് അല്ലല്ലോ. അപ്പൊ ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നും വേണ്ട. കടിച്ചിരുന്നു. എന്തെങ്കിലും പറയും. അപ്പം എന്താന്ന് വെച്ചാ തീരുമാനിക്കാം. എന്താ നീ പറയണം, സജസ്റ്റ് ചെയ്യണം. വിളിക്കാനല്ലേ? അതൊന്നും ക്യാമറ കാണിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഏത്തന ഇടിക്കുക. ക്യാമറ കണ്ണിയാണ് ഇങ്ങനെ ഏത്തന ഇടുക. ഇങ്ങനെ 10 വട്ടം. ഓക്കെ ഓക്കെ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ പണിഷ്മെന്റ്. എൻ്റെ അക്കൗണ്ട് ബാലൻസ് 0. നോ 50 റൗണ്ട് ചെയ്ത് 100 ആയിട്ട് ഔട്ട് ചെയ്തു. That is too much. It got 0. വേണ്ട. പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഫാൻ കിടക്കുന്നു. എന്റെ ഫുള്ളും കാണുന്നുണ്ടോടാ? അശീ ഫുള്ളും കാണുന്നില്ലേ? അത് മതി.